രാവിലെ എന്നെ എണീപ്പിച്ചത് നമ്മുടെ സ്വന്തം പിത്തുട്ടനാണ്. അവൻ എന്ത് പറ്റിയെന്ന് അറിഞ്ഞില്ല, ഇന്ന് ഇച്ചിരി നേരത്തെ എണീറ്റു. അതുകൊണ്ട് തന്നെ ഇച്ചിരി അഹങ്കാരം കൂടുതലായിരുന്നു. അങ്ങനെ ഞാൻ അവനെ ഓടിച്ചു വിട്ടതിന് ശേഷം രാവിലത്തെ ഫസ്റ്റ് വീഡിയോ എടുക്കുകയാണ് കേട്ടോ. അവനാണെ ക്യാമറ കണ്ടു കഴിഞ്ഞ് അപ്പം തന്നെ വന്നിട്ട് അതേലെ ആ സ്വിച്ച് വന്നിട്ട് ഞെക്കിയില്ല, അവൻ്റെ ഒരു സമാധാനം വരത്തില്ല. ഇങ്ങനെ രാവിലെ എണീറ്റ് എന്ന് നോക്കുമ്പോൾ അമ്മ അവിടെ പുട്ട് കുഴയ്ക്കുന്നു. അവിടെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ പഴമൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇന്ന് പുട്ടും പഴമാണെന്ന് ഉറപ്പായി. അങ്ങനെ പിത്തൂട്ടിനും അമ്മ പുട്ടും പഴമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ അത് കഴിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നമ്മുടെ ഹാളൊക്കെ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നേ. ഇന്ന് മെയിനായിട്ട് കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അങ്ങനെ എന്തായാലും ഞാൻ തൂത്ത് വൃത്തിയാക്കാനാണ് കരുതുന്നത്. പക്ഷേ പിത്തൂട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ അവൻ കഴിക്കുന്ന പുട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാരി എറിയുന്നുണ്ട്. ഇങ്ങനത്തെ കുറേ കലാപരിപാടികളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷേ എന്നാലും ഞാനതൊന്നും കാര്യമാക്കാതെ ഞാൻ തൂത്ത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റെപ്പിൻ്റെ മണ്ടയ്ക്കോട്ട് ആരും നോക്കണ്ട, അവിടെ ഞാൻ ഇനി വൃത്തിയാക്കുന്ന വേറൊരു വീഡിയോ ഇടും. ഇപ്പോൾ തൽക്കാലം ഇവിടെയൊക്കെ വൃത്തിയാക്കാനേ പറ്റത്തുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറുക്കനെ പേടിച്ച് ഉള്ള സാധനങ്ങൾ മുഴുവനും നമ്മളെന്ത് കൊടുക്കും, പേടിച്ച് അവിടെ ഇവിടെ കൊണ്ടുവച്ചിട്ടാണ് ഇത്രയും അലമ്പാവുന്നത്. അങ്ങനെ ഞാൻ കരുതി ഇനി തൂത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ ആ ഒരു ഡൈനിങ് ടേബിൾ ഒന്ന് വൃത്തിയാക്കുന്നത്. സത്യം പറഞ്ഞാൽ ഡൈനിങ് ടേബിൾ ആണെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഒന്നും അവിടെ ഇരുന്ന് ആരും കഴിക്കത്തൊന്നുമില്ല. ഒന്ന് ഏതെങ്കിലും കട്ടിലിൽ കയറി ഇരുന്ന് കഴിക്കും. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ പരിപാടി. പിന്നെ അതിൽ നമ്മുടെ ചെയറൊക്കെ വേറൊരു ഏരിയയിൽ നിന്ന് പുറകിൽ കിടക്കുന്ന മേശയിൽ കെട്ടിയിട്ടേക്കുവാണ്. കാരണം പിത്തൂട്ടൻ ഇങ്ങനെ ഉന്തിക്കൊണ്ട് നടന്നിട്ട് പുള്ളി നേരെ മേശയിലൊക്കെ കയറുന്ന സ്വഭാവം ഉണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മൾ ഫുള്ള് നമ്മുടെ കസാരയൊക്കെ അവിടെ ഇവിടെയൊക്കെ കെട്ടി വെച്ചേക്കുവാണ്. അങ്ങനെ നമ്മുടെ മേശ ഇനിയൊന്ന് തുടച്ചെടുക്കണം. അതേലെ സാധനങ്ങൾ മുഴുവനും എടുത്ത് മാറ്റി ഇനിയും കൂടി തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മേശയൊക്കെ നല്ല സുന്ദര കുട്ടപ്പനാവും കേട്ടോ. പണ്ട് തൊട്ട് ഇത് വാങ്ങിയിട്ട സമയത്ത് എന്നോട് അച്ഛൻ പറയും, നീ മേശയുടെ പരിപാടി മുഴുവനും നീ നോക്കണം, സുമയെ നോക്കണ്ട, സുമയ ഒന്നും ചെയ്യത്തില്ല, അതുകൊണ്ട് നീ എപ്പോഴും അത് ക്ലീൻ ആക്കിയിട്ടിടണമെന്ന് അച്ഛൻ എന്നോട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമല്ലോ, നാളത്തെ ദിവസം അച്ഛൻ വരും കേട്ടോ. അപ്പോൾ ഇപ്പോൾ തന്നെ എല്ലാം റെഡിയാക്കിയിട്ടില്ല, പുള്ളി വന്ന് നോക്കുമ്പോഴത്തേനും ഫുൾ അലമ്പായി കിടക്കും. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും രാഹുലേട്ടനാണ് മീൻ പിടിച്ചുകൊണ്ട് വന്നത്. പുള്ളി ഇന്ന് പിടിച്ച മീനാണ് ഈ ഒരു 6 വരാലുണ്ടായിരുന്നു. ഇതിനെ വിൽക്കാനൊക്കെ പുള്ളി ഒരുപാട് നോക്കി, പക്ഷേ ആരും വാങ്ങിയില്ല. കാരണം എല്ലാവർക്കും ഭയങ്കര ജാട. വരാലിനെയൊക്കെ കണ്ടു കഴിയുമ്പോൾ ആൾക്കാർക്കൊന്നും വേണ്ടെന്ന്. നിങ്ങളുടെ നാട്ടിൽ സത്യം പറഞ്ഞാൽ വരാലിനൊക്കെ എന്ത് വില വരും, അതൊന്ന് എന്തായാലും കമൻറ്റിൽ പറയണം കേട്ടോ. പിന്നെ വരാലിന് വേറെ എന്തിൻ്റെ പേരെന്തോ ഒന്നും കൂടി പറയണേ. അങ്ങനെ നമ്മുടെ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രാഹുലേട്ടൻ എൻ്റെ വീഡിയോ എടുക്കുന്നതിൻ്റെ പുറകെ വന്ന് എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ചിയേഴ്സ് അടിച്ചിട്ട് ബാക്കിയുള്ള ചായയും കൂടി കുടിക്കാമെന്ന് കരുതി. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ബാത്റൂം ഒന്ന് ക്ലീൻ ആക്കാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കാണ് പോകുന്നത്. മെയിനായിട്ട് ബാത്റൂം ക്ലീൻ ആക്കുന്ന കാര്യം എനിക്ക് ഭയങ്കര നിർബന്ധമുള്ള കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോൾ പുറത്തൊക്കെ ആയാലും എനിക്ക് വൃത്തിയില്ലാത്ത ബാത്റൂമിൽ പോകാൻ ഭയങ്കര പ്രശ്നമാണ്. ഞാനാണെങ്കിൽ ഈ ഒരു കാര്യം വേറെ എന്ത് വൃത്തികേടായി കിടന്നാലും എനിക്ക് കുഴപ്പമില്ല. ഞാൻ യൂസ് ചെയ്യുന്ന ബാത്റൂം എനിക്ക് ക്ലീനായി കിടക്കണം. എനിക്കത് ഭയങ്കര നിർബന്ധമുള്ള കാര്യമാണ്. അല്ലെ എനിക്ക് പോകാനും തോന്നില്ല, അതിൻ്റെ ഉള്ളിൽ ഇരിക്കാനും തോന്നില്ല. അങ്ങനെയൊക്കെ ഒരു വല്ലാത്ത ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ബാത്റൂം ക്ലീൻ ആക്കി ഇടാറുണ്ട് കേട്ടോ. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ബാത്റൂം നമ്മൾ തന്നെ കഴുകി വെക്കുക എന്നുള്ളതാണ് അതിനകത്തെ ഒരു കാര്യം. അപ്പോൾ ഞാനാണെങ്കിൽ നമ്മുടെ ബാത്റൂമിൽ യൂസ് ചെയ്തേക്കുന്ന കുറേ പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ കൊളാബ് വരാറുണ്ട്. അതൊക്കെയാണ് മിക്കവാറും ഞാൻ ബാത്റൂമിൽ യൂസ് ചെയ്യാറ്. നമ്മളങ്ങനെ പുറത്തുനിന്നൊന്നും അധികം വാങ്ങിക്കത്തില്ല. നമുക്ക് കൊളാബ് വരുന്ന സാധനങ്ങൾ തന്നെ നമ്മൾ കൂടുതലും യൂസ് ചെയ്യണം. അങ്ങനെ ഒരു കൊളാബ് വന്ന ഐറ്റം വെച്ചിട്ടാണ് ഞാനിപ്പോൾ എൻ്റെ ബാത്റൂമും ടോയ്ലറ്റും ഒക്കെ ക്ലീൻ ആക്കുന്നത് കേട്ടോ. പക്ഷേ അത്യാവശ്യം ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന വേറൊരു ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളായി യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് പ്രസ്റ്റിനോ പ്യുർ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യുന്ന പോലത്തെ ഒരു പ്രോഡക്റ്റാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്തെങ്കിലും ബ്ലോക്കേജോ അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതൽ സ്മെല്ലൊക്കെ നമ്മുടെ ബാത്റൂമിൽ വരുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും നമ്മുടെ സെപ്റ്റിക് ടാങ്കിൻ്റെ പ്രോബ്ലം ആയിരിക്കുമെന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ഈ ഒരു പ്രസ്റ്റിനോ പ്യുർ എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നമ്മുടെ ബാത്റൂമിലെ ആ ഒരു ടോയ്ലറ്റിലൊക്കെ ആ ഒരു സ്മെല്ലിന് വ്യത്യാസം ഉണ്ടാവും. അപ്പം ഞാൻ എന്തായാലും ഇന്നൊന്ന് യൂസ് ചെയ്യാമെന്ന് കരുതി. കാരണം നമുക്കത് കൂടുതൽ എപ്പോഴും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കൂടി വന്നു കഴിഞ്ഞാൽ ഒരു വർഷം ഇരിക്കാലൊക്കെ യൂസ് ചെയ്താൽ മതി. പിന്നെയെന്ന് വെച്ചാൽ ആ ഒരു ഒറ്റ പാക്കറ്റ് അര ലിറ്റർ അല്ല, 1 കിലോയുടെ
എന്തോ പൗഡറാണ് വരുന്നത്. ആ ഒരു പൗഡർ ഒരു 10,000 ലിറ്റർ സെപ്റ്റിക് ടാങ്കിൽ ചെയ്യാനുള്ളതുണ്ട്. അപ്പോൾ നമ്മളതൊന്ന് ഒരു വർഷത്തിൽ ഒരു വട്ടം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു വർഷത്തേക്ക് നമുക്ക് അല്ലേ പിന്നെ സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യാൻ ആൾക്കാരെ വിളിക്കുകയോ അല്ലേ അതിന് വേണ്ടി പൈസ മുടക്കുക ഒന്നും ചെയ്യേണ്ട. അധികം അങ്ങനെയുള്ള പണികളൊന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഞാനിതാണെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇത് ഞങ്ങൾ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇതിൻ്റെ ലിങ്കോ കാര്യങ്ങളോ വേണമെങ്കിൽ ഞാൻ എന്തായാലും ഇതിൽ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ കമൻറ്റ് ബോക്സ് ഫേസ്ബുക്കിലാണെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ ഞാൻ ലിങ്ക് പിൻ ചെയ്തിട്ടേക്കാം. ഇനി അഥവാ യൂട്യൂബിലാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്തിട്ടേക്കാം കേട്ടോ. അപ്പോൾ ഇത് യൂസ് ചെയ്യാനുള്ള ഇപ്പോൾ ജസ്റ്റ് നമ്മുടെ ടോയ്ലറ്റിൽ ഇടുക, എന്നിട്ട് പിന്നെ ഫ്ലഷ് അടിക്കുക, ഇത്രേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. നമുക്കാണെങ്കിൽ അധികം വേറെ പരിപാടി ഒന്നുമില്ല. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ നമുക്കൊരു അണ്ണാൻകുഞ്ഞിനെ കിട്ടി കേട്ടോ. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു അനുഭവം അണ്ണാനെ കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. ഞാൻ ആദ്യമായിട്ട് അതിനെ എടുത്തപ്പോൾ അത് ഭയങ്കര കുഞ്ഞതാണ് കേട്ടോ. എവിടെ നിന്ന് വന്നാന്ന് അറിയത്തില്ല, നമ്മുടെ വീട്ടിൽ കയറി വന്നതാണ്. അപ്പോൾ ഇതിനൊരു പേര്, നല്ലൊരു പേര് നിങ്ങൾ ആരെങ്കിലും ഒന്ന് സജസ്റ്റ് ചെയ്യുക. പിന്നെ ഇത്രയും ചെറിയ അണ്ണാനെ എന്താ കൊടുക്കുക, അല്ലെ അതെന്താ കഴിക്കുക, ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അതിന് എന്താ കൊടുക്കേണ്ടതെന്നൊക്കെ. അമ്മയാണെങ്കിൽ പഴമൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട് അതിന് കൊടുക്കാനാണെന്നും പറഞ്ഞിട്ട്. പക്ഷെ നമുക്ക് അറിയത്തില്ലല്ലോ ഇത് കഴിക്കുമോ ഇല്ലയോ എന്നൊന്നും. അങ്ങനെ എന്തായാലും നമ്മൾ ഇതിനെ വളർത്താൻ എടുക്കാമെന്ന് കരുതുന്നു. കാരണം ഇതിൻ്റെ അമ്മ വരികയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അമ്മയ്ക്ക് കൊടുക്കാം. പക്ഷേ ഇത് ഇപ്പോൾ ഒറ്റയ്ക്ക് അവിടെ നടന്നു കഴിഞ്ഞാൽ വല്ല പൂച്ചയൊക്കെ പിടിച്ചുകൊണ്ട് പോകും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.